ഋഷി ഇപ്പോൾ ഗവർണർ എത്തുന്നുണ്ട്. രാജേന്ദ്ര ആർലേക്കർ, ഗവർണർ, മുൻ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമായ നമ്മുടെ പ്രിയപ്പെട്ട VS-ന് അന്ത്യാഭിവാദ്യം അർപ്പിക്കാൻ ഗവർണർ രാജേന്ദ്ര ആർലേക്കർ ഇപ്പോൾ ദർബാർ ഹാളിലേക്ക് എത്തുന്നതിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. നമുക്ക് വാഹനം ഇപ്പോൾ തയ്യാറാണ്. ദർബാർ ഹാളിൽ നിന്ന് ആലപ്പുഴയിലേക്ക് പോകാനായി ഒരുക്കി നിർത്തിയിരിക്കുന്ന വാഹനമുണ്ട്. ഇപ്പോൾ ദർബാർ ഹാളിലേക്ക് കേരള ഗവർണർ രാജേന്ദ്ര ആർലേക്കർ എത്തുന്നുണ്ട്. മുൻ മുഖ്യമന്ത്രിയായിരുന്ന VS അച്യുതാനന്ദന് ഔദ്യോഗികമായി അന്ത്യാഭിവാദ്യം അർപ്പിക്കാൻ ഗവർണർ രാജേന്ദ്ര ആർലേക്കർ കൂടി ഇപ്പോൾ ദർബാർ ഹാളിലേക്ക് എത്തുകയാണ്. അതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഗവർണർ രാജേന്ദ്ര ആർലേക്കർ ദർബാർ ഹാളിലേക്ക് എത്തുന്നതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. പ്രിയ സഖാവ് VS-ന്, കേരള മുൻ മുഖ്യമന്ത്രിക്ക്, പ്രതിപക്ഷ നേതാവിന് ഔദ്യോഗികമായ യാത്രയയപ്പ് നൽകാൻ കേരള ഗവർണർ രാജേന്ദ്ര ആർലേക്കർ കൂടി ഇപ്പോൾ ദർബാർ ഹാളിലേക്ക് എത്തിച്ചേരുന്ന ദൃശ്യങ്ങളാണ്. ഇപ്പോഴും പാളയം പിന്നിട്ട വലിയ ക്യൂ പ്രേക്ഷകർക്ക് കാണാൻ കഴിയും. പലയിടങ്ങളിൽ നിൽക്കുന്ന മനുഷ്യർ, അവരുടെ പ്രതികരണങ്ങളാണ് നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ VS-നെ ഓർമ്മിച്ചെടുക്കുന്നത് എത്രമേൽ വികാരവായ്പോടുകൂടിയാണ്, എത്രമേൽ ഹൃദയാദ്രമായ ഭാഷയിലാണ്, ഹൃദയം അലിഞ്ഞില്ലാതാവുന്ന ഭാഷയിലാണ് VS-നെ ഓരോരുത്തരും ഓർമ്മിച്ചെടുക്കുന്നത്. ഇപ്പോൾ ഒപ്പം VS അച്യുതാനന്ദന് ആദരമർപ്പിച്ചിരിക്കുന്നത്. കേരളം പ്രിയപ്പെട്ട VS-ന് വിട പറയുകയാണ്. അവിടെ കാത്തു നിൽക്കുന്ന മനുഷ്യർക്ക് VS-നെ കുറിച്ച് വ്യത്യസ്ത അനുഭവങ്ങളാണ് പങ്കുവയ്ക്കാനുള്ളത്. എല്ലാവരുടെയും കണ്ണിൽ ഒരു കണ്ണുനീരിങ്ങനെ നിറഞ്ഞു നിൽപ്പുണ്ട്. എല്ലാ സഖാക്കളുടെയും ഇടനെഞ്ചിങ്ങനെ തുടിക്കുന്നുണ്ട്. കനപ്പെട്ട എന്തോ ഒന്ന് തൊണ്ടയിൽ തടഞ്ഞിരിപ്പുണ്ട്. VS മാഞ്ഞു പോകുമെന്നെല്ലാവർക്കും അറിയാം. പ്രായം അത്രമേൽ കടന്നു ചെന്നിരിക്കുന്നു. 101 പിന്നിട്ട് ഈ ഒക്ടോബറിൽ 102 തികയേണ്ടതാണ്. പക്ഷേ അപ്പോഴും പോരാളിയായ VS അതിൻ്റെ നീതിക്ക് വേണ്ടിയിട്ട് പ്രവർത്തിച്ചിരുന്നു. സ്ത്രീകളുടെ നീതിക്ക് വേണ്ടി പ്രവർത്തിച്ച ഒരാളാണ്. അങ്ങനെ നോക്കിക്കാണുമ്പോൾ എങ്ങനെ? തീർച്ചയായും അഴിമതിക്കെതിരെ സന്ധിയില്ലാത്ത സമര പോരാട്ടങ്ങളിൽ ഒരു പ്രതിരോധത്തിൻ്റെയും പ്രതികരണത്തിൻ്റെയും പ്രതിഷേധത്തിൻ്റെയും നെടുനായകത്വം വഹിച്ച ഒരു വ്യക്തി തന്നെയായിരുന്നു VS. അതുകൊണ്ട് തന്നെ കേരളീയ പൊതുസമൂഹത്തിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ